ഗാസ സമാധാന പദ്ധതി പ്രാബല്യത്തിൽ. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി. മണിക്കൂറുകൾക്ക് നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ആദ്യഘട്ട ധാരണയുടെ ഭാഗമായി വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഉടൻ നടപ്പിലാക്കും. ബന്ദികളെ അടുത്ത ദിവസങ്ങളിൽ കൈമാറുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറി തുടങ്ങി. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന ബന്ദി കൈമാറ്റം വളരെ നിർണായകമാണ്. ഇസ്രായേലിൻ്റെ ആവശ്യവും ഇതുതന്നെയാണ്. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഹമാസിന് കാര്യമായ പങ്കില്ല. തങ്ങളുടെ ശേഷിയുടെ 90% ഇസ്രായേൽ നശിപ്പിച്ചുവെന്ന് ഹമാസ് വക്താവ് അൽ ജസീറ TVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി സർക്കാർ. പ്രതിഷേധങ്ങളെയും സംഘർഷങ്ങളെയും തുടർന്ന് ഇസ്ലാമാബാദിൽ റോഡുകൾ അടച്ചിട്ടു. മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങളും ഘോഷയാത്രകളും ഒത്തുചേരലുകളും നിരോധിച്ചുകൊണ്ട് റാവൽപിണ്ടിയിൽ സെക്ഷൻ 144 ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെയും ഗാസയെ പിന്തുണച്ചും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തെഹ്രിക്കെ ലബായിക് പാകിസ്ഥാൻ അഥവാ TLP എന്ന മതസംഘടന പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ രാജ്യത്തുടനീളമുള്ള ചുമമരുന്ന് നിർമ്മാണ യൂണിറ്റുകളിൽ വിശദമായ പരിശോധന ആരംഭിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരുടെ അധികാരപരിധിയിലുള്ള എല്ലാ ചുമ സിറപ്പ് നിർമ്മാതാക്കളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കേന്ദ്ര ഏജൻസി നിർദ്ദേശിച്ചു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും 20-ലധികം കുട്ടികൾ മരിച്ചതിനെ തുടർന്നാണ് നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദില്ലി സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടന്നു. നിരവധി വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി. ദുരന്തം തകർത്ത വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കൂടുതൽ കേന്ദ്ര സഹായവും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചതാണ് ഇക്കാര്യം. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, കേന്ദ്ര ഉപഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ഇന്നലത്തെ ദില്ലി സന്ദർശനത്തിൻ്റെ വിവരങ്ങൾ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നു. എറണാകുളം ശബരിമല സ്വർണ്ണപ്പാളിയിൽ 475 ഗ്രാമോളം നഷ്ടമായെന്ന് ഹൈക്കോടതി. വിജിലൻസ് കണ്ടെത്തലുകളിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു. ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കോടതിയുടെ നടപടി. ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ്, സ്വർണം എന്നല്ല. ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ സ്വർണത്തിൻ്റെ പാളി ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ പോറ്റി ഇവർക്ക് നിർദ്ദേശം നൽകി. 474.99 ഗ്രാം സ്വർണത്തിൻ്റെ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായെന്നും കോടതി നിരീക്ഷിച്ചു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വനിതയ്ക്ക്. വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം. വെനസ്വേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിനാണ് ജനാധിപത്യ അവകാശ പ്രവർത്തകയായ മരിയയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 20ാമത്തെ വനിതയാണ് മറിയ കൊരീന. വെനസ്വേലയുടെ ഉരുക്കു വനിത എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും സമാധാനപരമായി ജനാധിപത്യ സംരക്ഷണ പോരാട്ടം നടത്തിയതിനാണ് പുരസ്കാരം. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് മറീന കൊരീന. US മധ്യസ്ഥതയിൽ ഗസയിൽ കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ. ഇന്നു രാവിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സൈനിക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നിരവധി ആക്രമണങ്ങൾ നടത്തി. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലാണ് പ്രധാനമായും ആക്രമണങ്ങൾ നടക്കുന്നത്. മധ്യ ഗസയിലെ വാദി ഗസ പാലത്തിന് സമീപം വെടിവയ്പ് നടക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുന്ന ഇസ്രായേലിന്റെ സ്വഭാവം വീണ്ടും വ്യക്തമാക്കുന്നതാണ് ഇത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി. അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത്. വിവിധ ഘട്ടങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത്. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതി ഇട്ടിരുന്നു. ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം.
കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ് മൈസൂരുവിനടുത്ത് ഹുൻസൂരിൽ സിമന്റ് ലോറിയുമായി കൂട്ടിയിടിച്ച് 2 മലയാളികളടക്കം 4 പേർ മരിച്ചു. DLT ട്രാവൽസിന്റെ സ്ലീപ്പർ ബസ് ഡ്രൈവർ മാനന്തവാടി പാലമുക്ക് പിട്ട് ഹൌസിൽ ഷംസുദ്ദീൻ, ഡ്രൈവർ കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി പ്രിയേഷ് എന്നിവരാണ് മരിച്ച മലയാളികൾ.